സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ഉണ്ണീശ്വരനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മളെല്ലാം ഒരുങ്ങിയാണല്ലോ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഞാനെപ്പോഴും ചിന്തിക്കുക വലിയൊരു അത്ഭുതത്തിന്റെ തിരുനാളായിട്ടാണ്. അത്ഭുതത്തോടുകൂടി മാത്രമേ എനിക്ക് ക്രിസ്മസിനെ നോക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ദൈവം നമ്മെ പോലെ ഒരുവനായി നോക്കാം. ഇനി നമുക്ക് ചങ്കുറ്റത്തോടു കൂടി പറയാം, എന്റെ ഷേപ്പുള്ള, എന്റെ മണമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നോക്കിയ നമ്മുടെ ഭാഗ്യം. രണ്ടാമത് ദൈവത്തിന്റെ വരവ്, അത് വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നല്ല ഒരു സെറ്റപ്പിലേക്ക് അല്ല, എല്ലാ സെറ്റപ്പുകളെയും തകിടം മറിച്ചിട്ട് ഒരു കാര്യത്തൊഴുത്ത്. ആർക്കാ പറയുവാനായിട്ട് സാധിക്കുക ദൈവം എന്നേക്കാൾ വലിയവനാണെന്ന്? എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഒന്നുമില്ലായ്മയില് വന്നു പിറന്നു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ സങ്കടങ്ങളും ചുറ്റുപാടുകളൊക്കെ ഓർത്ത് നമുക്ക് വിലവയ്ക്കാൻ പറ്റുമോ? നമ്മുടെ ദൈവം അതിനേക്കാളും കാര്യമായിട്ടില്ല. മൂന്നാമതായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ പുൽത്തൊട്ടിൽ വരാൻ സാധിച്ച ആളുകളെ കുറിച്ച്. ആരും ചിന്തിക്കാത്ത, ഒരു വിലയും കൊടുക്കാത്ത ആട്ടിടയന്മാരാണ് ആദ്യം അവിടെ ഓടിയെത്തിയത്. സ്വന്തം രാജ്യത്തിലെ രാജാവ് അറിയാതെ വിദൂര ദിക്കുകളിൽ നിന്ന് രാജാക്കന്മാർ എത്തിയത്. ദൈവം പരിപാലിക്കുന്ന രീതി, ദൈവം കാണുന്ന രീതി, കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ദൈവം ദർശനം കൊടുക്കുന്നത്, ആദ്യം ദർശനം കൊടുക്കും പാവപ്പെട്ട ആട്ടിടയന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവം നിനക്കൊരു വില തരികയാണ്. വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ ഗ്രീറ്റിംഗ്സ് ഒക്കെയാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ ക്രിസ്മസ് സന്ദേശം പറയുന്നു, കാർഡുകൾ കൊടുക്കുന്നു, ഇഷ്ടംപോലെ ബന്ധങ്ങളെ നവീകരിക്കുക. ഇതിപ്പോ ഒരു അത്ഭുതം എന്താ ഉള്ളത്? തീർച്ചയായിട്ടും ഈ അത്ഭുതങ്ങള് ഈ ക്രിസ്മസ് വേളയിൽ നിന്നിലെ കുടുംബത്തിലെ ചുറ്റുപാടുകളെല്ലാം വിരിയട്ടെ എന്ന്, ഈ അത്ഭുതം ദർശിക്കാൻ നിനക്ക് ഇടവരുക എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.